ഹായ് ഫ്രണ്ട്സ്, ഏതോജനം ബൽബലയുടെ ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി തല കറങ്ങി വീണ് അശ്വിൻ വന്ന് വെള്ളമൊക്കെ എടുത്തു കൊടുത്ത് എഴുന്നേൽപ്പിച്ചൊക്കെ വിടുന്നുണ്ട്. അതിനുശേഷം അശ്വിൻ ഒരു വള ശ്രുതി ഇട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ പിന്നെ കൂടെ കുറേ നടക്കുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വള നിറയെ ഇട്ടിട്ടുണ്ടെങ്കിലും അത് അശ്വിൻ കാണാതെ പൊതിഞ്ഞ് പിടിച്ച് നടക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അശ്വിൻ ലാസ്റ്റ് അത് കണ്ടുപിടിക്കാൻ കേട്ടോ ശ്രുതി ആ വളകൾ ഇട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഈ വളകൾ നിങ്ങൾ ആണ് എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചെന്ന് പലതവണ ചോദിച്ച് പിന്നെ കൂടെ എടുക്കുമ്പോൾ അവസാനം അശ്വിൻ സമ്മതിക്കുന്നുണ്ട്, ഞാനാണ് നിനക്ക് വേണ്ടിയിട്ട് ആ വളവ് വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് അത് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അശ്വിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സമ്മാനം കിട്ടിയല്ലോ. എന്തായാലും അതൊക്കെ കഴിഞ്ഞ ഒരു വീട്ടിലേക്ക് പോയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ പെണ്ണിന് ഉടുക്കാനുള്ള ഡ്രസ്സ് ആചാരപ്രകാരം പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കണം. അപ്പോൾ ആരെങ്കിലും ഒരാൾ പോകണം എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ ആയിട്ട് എനിക്ക് പോകാൻ പോകട്ടെ, എനിക്ക് ഓടി വന്നിട്ട് പറയാണ് ഞാൻ പോകാം, ശ്രുതിയുടെ വീട്ടിലേക്ക് ഞാനും പോകാം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴേക്കും അത് കേൾക്കുമ്പോൾ അശ്വിൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അശ്വിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ വന്നിട്ട് ആ ഒരു താലം വാങ്ങിക്കാൻ കേട്ടോ. ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ ഉള്ളത് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയാൻ കേട്ടോ. ഞാൻ ആ വഴിക്കാണ് പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊണ്ടു കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ തന്നെ അങ്ങോട്ട് വെച്ചെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വരണം കേട്ടോ. അപ്പോൾ അഞ്ജലിക്ക് മുത്തശ്ശിക്കൊക്കെ ചിരി വരും കേട്ടോ. അപ്പോൾ അഞ്ജലി ഇങ്ങനെ മുത്തശ്ശിനോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. ശ്രുതിനെ കാണാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ പോകുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. പ്രീതിയുടെ വീട്ടിലേക്ക് ഈ ഒരു സാരിയും അതുപോലെ തന്നെ ആഭരണങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. ഈ സമയത്ത് അവിടെ ശ്രുതിനെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ആഭരണങ്ങൾ സാരിയൊക്കെ കൊടുത്തതിന് ശേഷം അശ്വിൻ ഇങ്ങനെ നാലുപാടും നോക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി എവിടെയെന്ന് ശ്രുതിനെ കാണാതാവുമ്പോൾ അശ്വിൻ ആകെ ഒരു ടെൻഷൻ പോലെ ആവും കേട്ടോ. ശ്രുതിനെ ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നോക്കുന്നത്, ആരെങ്കിലും നോക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ആരും നോക്കുകയല്ല, അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകാൻ പറയുമ്പോൾ വേണ്ട ഞാൻ പോകണമെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ശ്രുതി എവിടെയെന്ന് ചോദിച്ചിട്ട് അവരുടെ ഒരു ബന്ധു വരുമ്പോൾ ശ്രുതി അപ്പുറത്ത് പാചകപ്പുരയിലുണ്ട്. അവൾക്കാണ് രാവിലെ അവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മൂപ്പരിപ്പോൾ അവിടെയായിരിക്കും, അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ നോക്കിക്കോളും എന്ന് പറയാണ് കേട്ടോ. അത് കേട്ടിട്ട് അശ്വിൻ അങ്ങനെ പാചകപ്പുരയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ശ്രുതിനെ കാണാനായിട്ട്. അവിടെ ചെല്ലുമ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കേണ്ട തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അധികം ആൾക്കാർ ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ. എങ്കിലും അവർക്കൊക്കെ വേണ്ടിയിട്ട് ശ്രുതി തന്നെയാണ് ഓടി നടന്ന് ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുന്നത്. കാണുമ്പോൾ അശ്വിൻ ഇങ്ങനെ പാവം തോന്നാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതിക്ക് ഒരു നെഞ്ചിടിക്കുന്ന പോലെ തോന്നും കേട്ടോ. അശ്വിൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു അശ്വിൻ്റെ ഒരു സാമീപ്യം ഫീൽ ചെയ്യാണ് കേട്ടോ. പെട്ടെന്ന് ശ്രുതി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അശ്വിൻ അവിടെ തന്നെ തുറച്ച് നോക്കി നിൽക്കുന്നത് കാണാണ് കേട്ടോ. അത് കണ്ട് ഓടി ചെല്ലാണ് കേട്ടോ ശ്രുതി ചെന്നിട്ട് സാർ എന്താ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ശ്രുതി അപ്പം പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ ശ്രുതിക്ക്. വേഗം തന്നെ അശ്വിൻ ചോദിക്കാൻ പറയാമെന്ന് ചെയ്യാതെ വേഗം വന്നു കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഭക്ഷണം വിളമ്പാണ് കേട്ടോ. ഭക്ഷണം വിളമ്പാണുമ്പോൾ ശ്രുതിക്ക് അത്ഭുതം തോന്നാണ് കേട്ടോ. എന്താണ് ഈ മനുഷ്യൻ കാണിക്കുന്നത്, എന്ത് പറ്റി? അപ്പോൾ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ എന്തോ ഒരു സുഖക്കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്, ആൾക്ക് ശരീരത്തിന് സുഖമില്ലേ മനസ്സിന് സുഖമില്ലേ, അല്ലാണ്ട് ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ലല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പുന്നിട്ട് ഒരമ്മായി പറയുകയാണ്, എന്തായാലും പ്രമീള പാചകക്കാരനൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ ഭക്ഷണം വിളമ്പാനായിട്ട്, വെയിറ്ററാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അശ്വിനോട്. അശ്വിൻ ഇങ്ങനെ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു കണ്ടിട്ട് ശ്രുതി ഓടി വന്നിട്ടായി ഒരു വല്യമ്മനോട് പറയുകയാണ്, അത് ആകാശ് സാറിൻ്റെ ചേട്ടനാണ് അശ്വിൻ സായിറാം എന്ന് പറയും കേട്ടോ, അത് വെയിറ്ററല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രുതി വിചാരിച്ച അശ്വിൻ പിണങ്ങി പോകാണെന്ന്. പക്ഷേ അശ്വിൻ പിണങ്ങി പോയതൊന്നല്ല കേട്ടോ. ഒരു വെള്ളം എടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ വെള്ളം എടുത്ത് കൊടുക്കാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ശ്രുതി. ഇങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല അശ്വിൻ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ നിൽക്കാൻ കേട്ടോ. എന്നാലും ശ്രുതിയും അശ്വിനും കൂടിയിട്ട് അവർക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ കേട്ടോ. അതുപോലെ തന്നെ ഇല ഇല്ലാതാവുമ്പോൾ അശ്വിൻ വിളിച്ച് പറഞ്ഞിട്ട് ഇല ഒക്കെ കൊണ്ടുവരിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ ഉണ്ടായിരുന്ന ഇല ഒക്കെ പശു കടിച്ച് തിന്ന് പോകും അറിയാതെ. ശ്രുതി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവും, പക്ഷേ ശ്രുതി അത് ശ്രദ്ധിക്കാതെ പശുവൊക്കെ കടിച്ച് തിന്ന് പോകുന്നുണ്ട്. അതൊക്കെ അശ്വിൻ വിളിച്ച് പറഞ്ഞിട്ട് ഇല ഒക്കെ കൊണ്ടുവരിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ശ്രുതി അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും അതിന് ശേഷം എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അശ്വിൻ അവിടെ നിന്ന് പോകുന്നത്. അതിന് ശേഷം അവിടെ വീട്ടിൽ ചെന്നിട്ട് ശ്രുതി എന്നിടയിൽ കുറച്ച് ബന്ധുക്കളൊക്കെ അവിടെ കൊണ്ടുവന്നാക്കുന്നുണ്ട്. ശ്രുതിയുടെ വീട്ടിലത്തെ കുറച്ച് ബന്ധുക്കൾ, ആ കല്യാണം എന്തായാലും ആകാശിൻ്റെ വീട്ടിലാണല്ലോ. അപ്പോൾ അവിടെ കുറേ ബന്ധുക്കളൊക്കെ കൊണ്ടുവന്നാക്കിയിട്ട് ശ്രുതി തിരിച്ചു പോരാൻ നേരത്ത് മുത്തശ്ശി സാരി കൊടുക്കുമ്പോൾ അശ്വിന് ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ ശ്രുതി സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സാരിയും കൊണ്ട് ശ്രുതി വീട്ടിലേക്ക് പോരുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്ക് വേണ്ടിയിട്ട് അശ്വിൻ തന്നെയാണ് ആ ഒരു സാരിയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന മനോഹരമായിട്ട് എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ആണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.